ഇറാൻ ഒരിക്കലും അടങ്ങി നിൽക്കില്ല. കാരണം ഇറാനിലുള്ള സ്കൂളിലെ 53 പിഞ്ചു കുട്ടികളെയാണ് ഈ ഇസ്രായേൽ ആക്രമണത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് എന്തായാലും ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ഇറാൻ ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കും എന്നുള്ള കാര്യം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഗൾഫ് മേഖലകളിൽ അതീവ ജാഗ്രത. ഗൾഫ് മേഖല ഉൾപ്പെടുന്ന UAE, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ ഇവിടെയുള്ളവർ അനാവശ്യമായിട്ടുള്ള കറക്കങ്ങൾ ഒഴിവാക്കണമെന്ന് അവിടുത്തെ ഭരണാധികാരികൾ നിർദ്ദേശിച്ചു. ഗൾഫ് രാജ്യങ്ങൾ നടുങ്ങി. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇടയ്ക്ക് 1-2 മണിക്കൂറെങ്കിലും ശാന്തമായ അന്തരീക്ഷമായിരുന്നെങ്കിൽ വീണ്ടും ഇപ്പോൾ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഞാനൊന്ന് പറഞ്ഞു തരാം. കുവൈത്തിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് 965 കൺട്രി കോഡ് 65809348. നമ്പർ ഒന്നുകൂടെ പറയാം, 96568. നമ്പർ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയാം, 965 കൺട്രി കോഡ്, പിന്നെ മൊബൈൽ നമ്പർ 65809348, 965 കൺട്രി കോഡ് 65501946. ഇത് കുവൈത്തിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ്. കാരണം 53 സ്കൂൾ വിദ്യാർത്ഥികളെയാണ് ഇറാനിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തെക്കൻ ഇറാനിലെ മിനാബിൽ 53 കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. അത് മറ്റൊരു റിപ്പോർട്ട്. ഗൾഫ് മേഖല എല്ലായിടങ്ങളിലും അതീവ ജാഗ്രതയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള എല്ലാ സുഹൃത്തുക്കളും അതീവ ജാഗ്രത പുലർത്തണം. ഒന്നാമത്, കൂടുതൽ ആളുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കാതിരിക്കുക, അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, അതുപോലെ തന്നെ കൂട്ടുകാരുടെ നമ്പറുകൾ എല്ലാവരുമായിട്ട് കണക്റ്റിലായിരിക്കുക. ഫാമിലി എല്ലാതുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങളിരിക്കുന്ന സ്ഥലം വളരെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ പറ്റുന്ന എല്ലാ രീതിയിലും സജ്ജമായിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇറാൻ ഇതിനു മുമ്പും കഴിഞ്ഞ വർഷവും ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അന്ന് ഹൂതികളും എല്ലാവരും തിരിച്ചടിച്ചിട്ടുണ്ട്, ഇറാനെതിരെ ആക്രമിച്ചിട്ടുണ്ട്, അമേരിക്ക സപ്പോർട്ട് ചെയ്തതുകൊണ്ട്. ഈ പ്രാവശ്യം അങ്ങനെയില്ല. ഈ പ്രാവശ്യം അതിൻ്റെ ഡബിൾ ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇറാനിന് അത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ചില ന്യൂസ് ഏജൻസികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും ഇറാൻ അടങ്ങിയിരിക്കില്ല. നേരത്തെ നമുക്ക് ബഹ്റൈനിൽ മുമ്പ് ഇറാൻ്റെ ഹൂതികൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഹൂതികൾ അബുദാബിയിൽ വന്നിട്ട് ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് ഗൾഫ് മേഖല ഒന്നടങ്കം യുഎസിൻ്റെ കംപ്ലീറ്റ് ബേസുകളാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അത് UAE-യിലുണ്ട്, അതുപോലെ തന്നെ ബഹ്റൈനിലുണ്ട്, ഖത്തറിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ എല്ലാ ബേസുകളും ഇറാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ആക്രമണം നടത്തുക. കാരണം ഇറാൻ ഒരിക്കലും നേരിട്ട് അമേരിക്കയിൽ ചെന്നിട്ട് ആക്രമിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ എല്ലാ പടക്കപ്പലുകളെയും ആക്രമിക്കാൻ റെഡിയായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇറാൻ പുറത്തു പറയുന്നത്. അമേരിക്കയുടെ എല്ലാ സേനയും അഥവാ പടക്കപ്പലുകളെയും ആക്രമിക്കാനും ഇറാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇറാൻ്റെ കയ്യിൽ അണവായുധം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഇറാൻ അണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. കാരണം ഇറാൻ്റെ കയ്യിൽ അണവായുധ ശേഖരണമുണ്ട്. ഒരുപാട് അണവായുധങ്ങളുള്ളൊരു സ്വന്തമായിട്ട് ആണവായുധം ഉണ്ടാക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കില്ല. ഇറാൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ മാന്തും, അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇറാൻ. ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധഭീതിയാണ് ഇറാൻ-ഇസ്രായേൽ ഈ കോൺഫ്ലിക്റ്റ്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇറാൻ പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും സാധാരണ ഇറാൻ ഗൾഫ് മേഖലകളിൽ ചില ഭാഗങ്ങളിൽ മാത്രമേ അറ്റാക്ക് നടത്താറുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് 2-3 സ്ഥലങ്ങളിൽ ഇറാൻ ആൾറെഡി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ബോംബ് വർഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മാത്രമല്ല, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൽ ഇറാൻ അത്രത്തോളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നതും ബോംബിട്ടിരിക്കുന്നതും. മാത്രമല്ല, സ്കൂളും തകർത്തിട്ടുണ്ട്. അതിൽ 53ഓളം കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇറാനിൽ നിന്ന് പിന്തിരിയുന്ന കാര്യം ഉറപ്പല്ല. വരും മണിക്കൂറുകളിൽ എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ ഇഫ്താറിൻ്റെ ടൈമാണ്. ആ ഒരു ടൈമിൽ എന്തായാലും കുറച്ച് ശാന്തമായ അന്തരീക്ഷമായിരിക്കും. പക്ഷേ അവിടുത്തെ ഒരു ക്രമസമാധാനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ രൂക്ഷമാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന അറിവുകൾ. മാത്രമല്ല, നോർക്ക നമ്പർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാവരും ഇങ്ങനെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുക. എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും വിവരങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും.